ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്ന് ഹൈക്കോടതി. ക്യൂ സംവിധാനത്തിൽ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും കോടതി. തന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കാമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടതി ഒരു നിരീക്ഷണം നടത്തുന്നത്? ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്ക് അതുമൂലം ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി 2 ഭക്തർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഈ തന്ത്രിയുമായിട്ട് ആലോചിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം. തന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം ഒരു തീരുമാനമെടുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ക്യൂ സംവിധാനത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുത്തണം. അതായത് നിലവിലെ ക്യൂ സംവിധാനം അത് കാര്യക്ഷമമല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ട് എല്ലാവർക്കും, അതായത് സ്ത്രീകൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു ശാസ്ത്രീയമായ ക്യൂ സംവിധാനം ഏർപ്പെടുത്തണം. ABCD എന്ന കാറ്റഗറിയിൽ ആ ഒരു സംവിധാനം ഏർപ്പെടുത്താനായിട്ടാണ് ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ വലിയ രീതിയിൽ ഈ സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണവും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ സുരക്ഷിതമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭക്തരുടെ പരമാവധി എണ്ണം അത് കണക്കാക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് എത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ സാധിക്കും, അതിന്റെ പരമാവധി എണ്ണം കണക്കാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ആഴ്ചയിൽ 2 ദിവസം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവർ ബുക്ക് ചെയ്താണ് വരുന്നത്. അവർക്ക് ഈ ആഴ്ചയിൽ 2 ദിവസം ദർശനത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായും അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് കൂടിയാലോചന നടത്തിയതിനു ശേഷം നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സ്പോട്ട് ബുക്കിങ്ങിന് വരുന്ന സമയത്ത് ആ ഭക്തർ അവരുടെ തിരിച്ചറിയൽ രേഖകൾ അവിടെ സമർപ്പിക്കണം. തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമാക്കിയതിനു ശേഷം മാത്രമേ ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ, ഭിന്നശേഷിക്കാർ, അമ്മമാർ എന്നിവർക്കൊക്കെ തന്നെ ഈ ദർശനത്തിന് വേണ്ടിയിട്ട് ഒരു മുൻഗണന നൽകണം എന്നുള്ളതും ഹൈക്കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയം കൂട്ടുന്ന കാര്യത്തിൽ തന്ത്രിയോടക്കം കൂടിയാലോചന നടത്തിയിട്ട് അതിനൊരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ശരി രേഷ്മ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണമായി വന്നിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.